ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രഭാതത്തിലും പ്രദേശത്തിലും ചൊല്ലേണ്ട പ്രത്യേക ദിക്റുകൾ നാം പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൽ എല്ലാ ദുന്യാവിലെയും ആഖിറത്തിലെയും ഏത് പ്രതിസന്ധിക്കും പരിഹാരമായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച 7 തവണ ചൊല്ലിയാൽ ദുന്യാവും ആഖിറവും അവൻക്ക് അള്ളാഹു അതിന് പരിഹാരം നൽകും. രാവിലെ 7 തവണയും വൈകുന്നേരം 7 തവണയും ചൊല്ലൽ പതിവാക്കിയാൽ അവന്റെ ദുന്യാവും അവന്റെ ആഖിറവും അള്ളാഹു അവൻക്ക് മതിയാക്കി തരും. എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുന്ന ദിക്ർ 7 തവണ ചൊല്ലാൻ വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിർദ്ദേശിച്ച ദിക്റാണ് ഇനി നമുക്ക് പറയാനുള്ളത്. ഇബ്നു സുന്നി റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, മൻ ഖാല ഫീ കുല്ലി യൗമിൻ ഹീന യുസ്ബിഹു വഹീന യുംസി, പ്രഭാത സമയത്തും വൈകുന്നേര സമയത്തും എല്ലാ ദിവസവും ഒരാൾ ചൊല്ലിയാൽ, പ്രഭാത സമയത്തും വൈകുന്നേര സമയത്തും എല്ലാ ദിവസവും ഒരാൾ ചൊല്ലുകയാണ്, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം എന്ന ദിക്ർ ചൊല്ലിയാൽ, ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം 7 തവണ ചൊല്ലിയാൽ എന്താ അർത്ഥം? ഹസ്ബി അല്ലാഹ്, അല്ല എനിക്ക് മതി, എന്റെ എല്ലാ കാര്യത്തിനും അല്ല മതി. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ആരാധനക്കർഹനില്ല. അലൈഹി തവക്കൽതു, എല്ലാ കാര്യങ്ങളും അവനെ ഞാൻ ഏൽപ്പിക്കുന്നു. വഹുവ റബ്ബുൽ അർശിൽ അലീം, വണ്ണമായ അർശിന്റെ രക്ഷിതാവാണവൻ. ഈ ദിക്ർ ഹസ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതു വഹുവ റബ്ബുൽ അർശിൽ അലീം എന്ന ദിക്ർ 7 തവണ ചൊല്ലിയാൽ കഫാഹുല്ലാഹു തആല മാ ഹമ്മഹു, അവൻക്ക് എന്ത് ദുഃഖമുണ്ടോ, എന്ത് കരുതുന്നുണ്ടോ, എന്ത് പ്രയാസമുണ്ടോ, എന്താണോ അവൻ ഉദ്ദേശിക്കുന്നത് അത് അല്ലാഹു മതിയാക്കി തരും. മിൻ അംരി ദുനിയ വൽ ആഖിറ, ദുന്യാവിന്റെ കാര്യമാവട്ടെ ആഖിറത്തിന്റെ കാര്യമാവട്ടെ, ഇത് മുത്തുനബി പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ കേട്ടത് മുതൽ 7 തവണ ദിവസവും പതിവാക്കണം. കുല്ല യൗമിൻ, അത് പ്രഭാതത്തിലും വേണം, പ്രദോഷത്തിലും വേണം, രാവിലെയും വേണം, വൈകുന്നേരവും വേണം. ഇത് മുത്തുനബി പഠിപ്പിച്ചതാണ്. രാവിലെയും വൈകുന്നേരവും ചൊല്ലേണ്ട ധാരാളം ദിക്റുകൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനിയും അല്പം കൂടി പറയാനുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുകയും അത് നാം ചൊല്ലുകയും ചൊല്ലാനുള്ള വഴികള്, പുസ്തകങ്ങള്, ഏടുകള്, ദിക്റിന്റെ ഏടുകൾ വാങ്ങുകയും ചെയ്യണമെന്ന് പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അതിനൊക്കെയുള്ള തൗഫീക്ക് നമ്മുടെ ജീവിതകാലത്ത് തന്നെ നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.